Hi everyone, welcome to day 16 of Conscious and Mindful Living. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ആർട്ട് വർക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്ക്. നമ്മള് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഹീൽ ചെയ്യാനും ഒക്കെ നമ്മൾ ആർട്ട് വർക്കുകൾ ചെയ്യാറുണ്ട്. അത് നമ്മളിങ്ങനെ ആർട്ട് അറിയണമെന്നില്ല, നമുക്ക് വരയ്ക്കാൻ അറിയണമെന്നില്ല. നമുക്ക് മനസ്സിൽ വരുന്നത് എല്ലാം വരയ്ക്കാം. നമ്മളിപ്പോ കുട്ടി വരച്ചിട്ട് ഇപ്പൊ സ്ക്രിബിളിംഗ് മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂറോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്, അതായത് ആർട്ടിന്റെ തന്നെ പല 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 വെറൈറ്റികളുണ്ട് ഹീലിങ്ങിന് യൂസ് ചെയ്യുന്നത്. ആർട്ട് തെറപ്പി എന്ന് പറഞ്ഞിട്ട് ആർട്ട് തെറപ്പി തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ എക്സ്പ്രസീവ് ആർട്ട് തെറപ്പി, അത് സ്പെസിഫിക് ആയിട്ട് എക്സ്പ്രസീവ് ആർട്ട് തെറപ്പി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അപ്പോ നമ്മള് ഒരുപാട് ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ഈ പറയുന്ന ആർട്ട് തെറപ്പിയിൽ കൊണ്ട് സാധിക്കും. അപ്പം ഇന്ന് നമ്മൾ അതിന്റെ ചെറിയൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പോകെ ഒരുപാട് ആർട്ട് തെറപ്പി ബേസ്ഡ് ആയിട്ടുള്ള ന്യൂറോഗ്രാഫിക് ആർട്ട് തെറപ്പി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകെ അതിനകത്ത് ഒരുപാട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇടുന്നുണ്ട്. വരയ്ക്കാൻ താല്പര്യമുള്ളവരാണൊന്നുമില്ല, നിങ്ങളെ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കണം, നിങ്ങളൊന്ന് ഹീൽ ചെയ്യിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വരയ്ക്കാം. എന്താണ് വരയ്ക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളൊരു ബുക്ക് എടുക്കുക, നിങ്ങൾക്ക് വരയില്ലാത്ത നോർമൽ ആയിട്ടുള്ള ബുക്ക് നിങ്ങൾക്ക് എടുക്കാം. അത് എടുത്തിട്ട് നിങ്ങൾക്ക് ക്രയോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ പെൻസിൽസ് യൂസ് ചെയ്യാം, മാർക്കേഴ്സോ സ്കെച്ചസോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രയോൺസ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മള് വിചാരിക്കുന്നതിനേക്കാളും സ്മൂത്ത് ആയിട്ട് വളരെ ഫീൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രയോൺ ആണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്ക് ബ്രഷ് പെൻസ് യൂസ് ചെയ്യാം, ബ്രഷ് പെൻ ആയിരിക്കും ചിലർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്താണോ അത് ജസ്റ്റ് ഒരു പെൻസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ രീതിയിൽ ചുമ്മാ റാൻഡമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അതിപ്പോൾ കളങ്ങളായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കുത്തി വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കാണുന്ന ബ്ലോക്കുകൾ ഉണ്ടല്ലോ, ഈ കൊച്ചു കൊച്ചു ബ്ലോക്കുകൾ, ഈ ഒരു ബ്ലോക്കുകളിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കളർ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഈ കളർ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ ഓരോ ക്രയോൺസും അതിന്റെ മൂവ്മെന്റും അത് ഏത് രീതിയിലാണ് അത് അവിടെ സ്പ്രെഡ് ആകുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ഓരോ കളങ്ങളും നിങ്ങൾക്ക് ഓരോരോ കളറുകൾ കൊണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇത് വളരെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് കൂടിയാണ്. അപ്പം നമ്മൾ ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിന് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മളെ റിലാക്സ് ചെയ്യാൻ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഫോക്കസ്ഡ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മ്യൂസിക്, ഒരു ചെറിയൊരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ട് ചെയ്യാം. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഉള്ള സമയത്താണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഓരോ റൗണ്ടുകൾ വരയ്ക്കുമ്പോഴും ഓരോ കളറുകൾ എടുത്ത് ഓരോ വരകൾ വരയ്ക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ അത് കാം ഡൗൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ, ഹീലിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ ചെയ്യാൻ. അതായത് നമ്മളിലേക്ക് ഓരോ ഇമോഷൻസിനെ കൊണ്ടുവന്ന ആ ഒരു ഇമോഷൻ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് റാൻഡമായിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ഇന്റൻഷനിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ,
നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെ സ്വസ്ഥമായിട്ടൊന്ന് ചെയ്യാൻ നോക്കണം. എന്തെങ്കിലും പണിയുടെ ഇടയ്ക്ക് നിർത്തിയോ അങ്ങനൊന്നും ചെയ്യാനിരിക്കരുത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന, അതായത് അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കാംനെസ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാം. ഓക്കെ, അല്ലാണ്ട് ചുറ്റും ബഹളവും ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്നാൽ നമ്മളെ ഈ പണി നടക്കൂല. നമുക്ക് ദേഷ്യം കൂടുകയുള്ളൂ. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കാമൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് നിങ്ങൾ രാവിലെയോ രാത്രിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടെ ആ ഒരു മൈൻഡ്ഫുൾ ആയി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.
കളേഴ്സ് വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ചെയ്യുമ്പോ എന്റെ മക്കള് എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ എന്തിനാണ് നമുക്ക് ചെയ്യുന്നത്, ഇത് എന്തിനാ അമ്മയ്ക്ക് ക്രയോൺ അല്ലെങ്കിൽ സ്കെച്ച്, പിന്നെ ഇന്ന് വലുതല്ലേ, ഞങ്ങളല്ലേ കുട്ടികള്, ഞങ്ങളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, എന്തിനാ ചെയ്യുന്നത് എന്ന് എന്റെ മക്കൾ എന്നോട് ചോദിക്കാറുണ്ട്. സോ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സംഭവമൊന്നുമല്ല, വലിയവർക്കാണ്. അഡൽട്ട് കളറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് തന്നെ നമ്മള് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പല രീതിയിലുള്ള മണ്ഡല ആർട്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വിചാരിക്കും എന്താ ഇത് കൊച്ചു കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഇത് നമ്മളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഇമ്പാക്ട്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. അത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. സോ ഞാൻ എന്റെ ആർട്ട് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കണ്ടോ, ചുമ്മാ കുറെ വരകൾ വരച്ചു, അതിന്റെ ഓരോ വരകളിലെയും ഞാൻ ഫില്ല് ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മള് വലുതായിട്ട് ആർട്ട് അറിയണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.